കൽപ്പറ്റയിൽ ഇപ്പോൾ പ്രകടനം നടക്കുകയാണ്. ദേശീയ പണമുടക്കിന്റെ ഭാഗമായി INTUC-യുടെ പ്രകടനം കൽപ്പറ്റയിൽ കടന്നു പോവുകയാണ്. INTUC-യും CATU-യും ATUC-യും ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനകൾ ഈ പണിമുടക്കിന്റെ ഭാഗമാകുന്നുണ്ട്. അതേസമയം സംഘപരിവാർ അനുകൂല സംഘടനകൾ ഈ പണിമുടക്കിന്റെ ഭാഗമാകുന്നില്ല. കർഷക തൊഴിലാളികളുടെ സംയുക്ത മുന്നണി എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഈ പണിമുടക്ക് പുരോഗമിക്കുന്നു. കമൽ ഇപ്പോൾ കൽപ്പറ്റയിൽ വലിയ പ്രകടനം നടക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. നേരത്തെ ലോറി ഡ്രൈവറുമായി ഉണ്ടായ തർക്കത്തെക്കുറിച്ചുള്ള വാർത്തയും പ്രതികരണവും കണ്ടതാണ്. വയനാട്ടിലെ പൊതുസ്ഥിതി എങ്ങനെയാണ്? ചരക്ക് നീക്കം ഉൾപ്പെടെ പരിപൂർണമായി സ്തംഭിച്ചോ? രതീഷ്, വയനാട്ടിൽ പൊതുഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു. KSRTC രാവിലെ ബംഗളൂരുവിൽ നിന്നുള്ള അന്തർ സംസ്ഥാന ബസ്സുകൾ കോൺവോയായി പോലീസ് കാവലിൽ കടന്നുപോയി. അതുപോലെ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും വയനാട്ടിലെ വിവിധ ഡിപ്പോകളിലേക്കും ബംഗളൂരുവിലേക്കുമുള്ള ബസ്സുകളും കടന്നുപോയി. അതല്ലാതെ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ വയനാട്ടിലെ വിവിധ സ്ഥലങ്ങളിലേക്കോ ഉള്ള ഒരു സർവീസും KSRTC നടത്തുന്നില്ല. സ്വകാര്യ ബസ്സുകളും ടാക്സികളും ഒന്നുമില്ല. അതുകൊണ്ട് ജനജീവിതം സ്തംഭിച്ച അവസ്ഥയിലാണ്. സ്വകാര്യ വാഹനങ്ങൾ സമരക്കാർ തടഞ്ഞിരുന്നില്ല, പക്ഷേ ചരക്ക് ലോറികൾ തടഞ്ഞു. ഏതാണ്ട് 10 മണിയോടെ വലിയ രീതിയിലുള്ള തർക്കത്തിന് അത് വഴിവെച്ചു. ഒരു ലോറി ഡ്രൈവർ സമരക്കാരെ ചോദ്യം ചെയ്തതോടെ വലിയ രീതിയിലുള്ള വാക്കുതർക്കം ഇരുകൂട്ടരും തമ്മിൽ ഉണ്ടായി. പിന്നീട് പോലീസ് ഇടപെട്ട് ലോറി കടത്തിവിടുകയായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത് തന്നെയുള്ള കാത്തലിക് സിറിയൻ ബാങ്കിന്റെ കൽപ്പറ്റ ശാഖ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് അടയ്ക്കാൻ AITUC പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ജീവനക്കാർ പെട്ടെന്ന് തന്നെ ബാങ്ക് അടച്ചു പോയതുകൊണ്ട് അവിടെ മറ്റ് തർക്കങ്ങളൊന്നും ഉണ്ടായില്ല. ബാങ്ക് സമരക്കാർ അടപ്പിച്ചു. ഇപ്പോൾ INTUC-യുടെ പ്രകടനമാണ് കൽപ്പറ്റയിൽ കാണുന്നത്. നിലവിൽ വാഹനങ്ങൾ തടയുന്നില്ല, പക്ഷേ നേരത്തെ ചരക്ക് വാഹനങ്ങൾ പ്രത്യേകിച്ച് തടഞ്ഞിരുന്നു. ബസ്സുകൾ ഒട്ടും തന്നെ സർവീസ് നടത്തുന്നില്ല. രതീഷ്.